പാർട്ട്ണറായിട്ടുള്ള സ്ത്രീക്ക് സെക്സിനോട് തീരെ താല്പര്യമില്ല. മിക്കപ്പോഴും വിവാഹം കഴിഞ്ഞിട്ട് 1-2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നൊരു വിഷയമാണ് പാർട്ട്ണർക്ക് സെക്സിനോട് തീരെ താല്പര്യമില്ല. അതേപോലെ തന്നെയാണ് ഒരു 35-40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സെയിം പ്രശ്നം പറയാറുണ്ട്. പാർട്ട്ണർക്ക് തീരെ പണ്ടത്തെ പോലെ സെക്സിനോട് താല്പര്യമില്ല, അകന്നു പോവാണ്. അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ അത് പിന്നീട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സെക്സിനോട് താല്പര്യമില്ല, എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ വരുന്നത്. നമുക്കതെങ്ങനെ അത് സിമ്പിളായിട്ട് ചിലത് നമുക്ക് പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങളുണ്ടാവുള്ളൂ, ചിലത് നമുക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടായിരിക്കും, ചിലത് നമ്മൾ മെഡിസിൻസും സപ്ലിമെൻറ്റ്സൊക്കെ എടുക്കേണ്ടതും ഉണ്ടായതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്നുള്ളത് രണ്ടുപേരും അറിഞ്ഞിരിക്കണം, എങ്കിലും അത് നല്ലൊരു ദാമ്പത്യ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ഫീമെയിൽസിൽ ഉണ്ടാകുന്ന, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ലിബിഡോ, സെക്സിലുള്ള താല്പര്യം എന്തുകൊണ്ട് കുറയുന്നു, എന്തൊക്കെയാണ് അതിന് റീസൺസ് വരുന്നത്, നമുക്കെങ്ങനെ അത് മനസ്സിലാക്കാം, എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. സെക്സ് എന്ന് പറയുന്നൊരു സംഗതി അതൊരു വലിയൊരു ബിഗ് പ്രോസസ്സാണ്. കേവലം നമ്മളൊരു ഫിസിക്കലി നടക്കുന്ന ഒരു സംഗതി മാത്രം അല്ല സെക്സ്. അവിടെ നമ്മുടെ ഫിസിക്കലി വരുന്നുണ്ട്, സൈക്കോളജിക്കലി വരുന്നുണ്ട്, സോഷ്യലി കടന്നു വരുന്നു, നമ്മളറിയാതെ കടന്നു വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ മേഖലകളും, ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ മേഖലകളും കടന്നു വരുന്ന, ഒരേ സമയം കടന്നു വരുന്നൊരു സംഗതിയാണ് ആക്ച്വലി സെക്സ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ സെക്സ് ചെയ്യുന്ന സമയത്ത് പുരുഷന് വേറെ ഏതെങ്കിലുമൊക്കെ മൈൻഡിൽ വെച്ച് സെക്സ് ചെയ്യാണ്. ഇപ്പോൾ ബിസിനസ് ഉള്ള ആളുകളുണ്ടായിരിക്കും, വേറെ എന്തെങ്കിലും കച്ചവടം ഏർപ്പാടൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ ബന്ധപ്പെടുന്ന സമയത്ത് വേറെ ഏതോ മനസ്സിൽ ഇപ്പോൾ നാളെ ക്യാഷ് കൊടുക്കാനുള്ളത് മറിക്കാനുള്ളതൊക്കെ ആലോചിച്ചിട്ട് ഇന്നിവിടെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിന്നാൽ എന്താ സംഭവിക്കുക, ഇവിടെ നമ്മൾ ഫെയിലായി പോകും. റൂമിൽ പാർട്ട്ണർ അടുത്ത് നമ്മൾ ഫെയിലായി പോകും. കാരണം എന്താണ്, നമ്മുടെ മൈൻഡ് വേറൊരു സ്ഥലത്തും ബോഡി പാർട്ട്ണർ കൂടെ അല്ലെങ്കിൽ ആ റൂമിലിരിക്കുന്ന സമയത്താകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം മനസ്സിന് ഇതിനെന്തുണ്ട്, ഫാക്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നമ്മളിപ്പോൾ മാനസികമായിട്ട് ഇപ്പോൾ സെക്സ് റിലേറ്റഡ് ആയിട്ട്, അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, സെക്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും തോട്ട്സ് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതിയായിരിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യും, നമുക്ക് സെക്സിലുള്ള താല്പര്യം വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ഈവൻ കാണേണ്ടതില്ല, ഈവൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ സെക്സിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ അതിന് വേണ്ട ഹോർമോൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നമുക്ക് താല്പര്യമുള്ള ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ആ ചിന്തയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വജൈനൽ ഭാഗത്ത് എന്ത് ചെയ്യും, അവിടെ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും, സെക്സിനോട് കൂടുതൽ അട്രാക്ഷൻ തുടങ്ങും, അവരുടെ ടോക്കിങ്ങിൽ അവരുടെ പെരുമാറ്റത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. പുരുഷനാണെങ്കിൽ ഉദാഹരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അത്രത്തോളം സ്പെസിഫിക് ആണ്, അത്രത്തോളം മൈന്യൂട്ടാണ് ഓരോ കാര്യം സെക്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് മതി, അത് നമ്മുടെ ദാമ്പത്യത്തെ കൂടുതലായിട്ട് ബാധിക്കും. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് ചില കേസ് വന്ന് പറയാറുണ്ട്. ഈ അടുത്ത് വന്നൊരു കേസായിരുന്നു. അപ്പോൾ അവർ മറ്റൊരു അസുഖം ബന്ധപ്പെട്ടപ്പോൾ ലാസ്റ്റ് അത് മാറി, ലാസ്റ്റ് കുറച്ച് അടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കൂടുതൽ പേഴ്സണൽ കേസുകൾ കൂടുതൽ പേഷ്യൻസ് നമ്മളോട് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കേസ് അവർ പറഞ്ഞതാണ്, എന്താണ്, പാർട്ട്ണർക്ക് സെക്സിനോട് കൂടുതൽ താല്പര്യമില്ല, ഇങ്ങനെയാണ് പാർട്ട്ണർ എപ്പോഴും ഇങ്ങനെ എനിക്കൊരു സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ നിൽക്കും, ഞാൻ തന്നെയാണ് കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഒരു വളരെ വിഷമിച്ചിട്ട സംഗതി പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് കൂടുതൽ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ്, ഇവർക്ക് വേറെ എന്തോ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വേറെ എന്തോ ബന്ധമുള്ളതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരെന്ത് ചെയ്താണ്, അവർ സെക്സിനോട് പിന്നെ അവർക്ക് താല്പര്യമില്ലാത്തൊരു കണ്ടീഷൻ വന്നു പോയതാണ്. അപ്പോൾ ചിലത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടോ, ശാരീരികമായിട്ട് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സൈക്കോളജിക്കലി എസ്പെഷ്യലി പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും മുമ്പ് കാലത്ത് എന്തെങ്കിലും ട്രോമ എന്തെങ്കിലും സംഭവങ്ങൾ പ്രശ്നങ്ങൾ നടന്നിട്ട്, സെക്സ് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അബ്യൂസുകളോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പാർട്ട്ണർ എന്ത് ചെയ്യുക,
അതറിഞ്ഞിരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇനി വേറെ എന്തെങ്കിലും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാകും, സെക്സിനെ കുറിച്ചിട്ട് പേടിയുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇത് സ്വാഭാവികമായിട്ടും ഇതിന് മാറി നിൽക്കാൻ, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗ്രാജുവൽ എടുക്കാനെത്തുക സെക്സ് ചെയ്യാത്ത അല്ലെങ്കിൽ സെക്സിനോട് തീരെ താല്പര്യമുള്ള, സെക്സിനോട് അറപ്പ് വരുന്ന തരത്തിലേക്ക് അത് നീങ്ങുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ഈ സെക്സിനോട് താല്പര്യമില്ലാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കലി, ഫിസിക്കലി എല്ലാ കാര്യങ്ങളും നമ്മളെന്ത് ചെയ്യും, സോഷ്യലി എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ആയതുകൊണ്ട് തന്നെ ഏതാണ് എക്സാക്റ്റ് റീസൺ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു സംഗതി ഏതാണ് റീസൺ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നെന്താണ്, ഡിസ്ട്രെസ്സാണ്. അതുപോലെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് കൂടുതൽ കൺഫ്യൂഷൻ, അതിനോട് കൂടുതൽ പേടി തോന്നുക, പാർട്ട്ണറോട് കൂടുതൽ താല്പര്യമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടക്കുക. അപ്പോൾ മെൻ്റലി ആൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. പൊതുവേ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും എന്ത് ചെയ്യും, സെക്സിലേക്ക് വരാൻ കുറച്ചൊരു സമയം പൊതുവേ ഉണ്ടാക്കാറുണ്ട്. കാരണം അവർക്കൊരു ഫിസിക്കലും മെൻ്റലും അവർക്ക് കംഫർട്ടബിൾ ആകുന്ന ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ എന്ത് ചെയ്യും, അവർക്കൊരു ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് മാത്രമേ അവർ സെക്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്ണർ നിർബന്ധമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്ന പേഷ്യൻസിനോട് പറയാറുണ്ട് നിങ്ങൾ ഫോർ പ്ലേയിൽ കൂടുതൽ എൻഗേജ്ഡ് ആവാന്നുള്ളത്. അത് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനുള്ള കേസാണെങ്കിൽ, മെയിലിൻ്റെ കേസാണെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ ശരി, പ്രീമച്ചുർ ഇജാക്കുലേഷൻ ആണെങ്കിൽ ശരി, ഈവൻ മെയിലാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിലും ലിബിഡോ കേസുകൾ അല്ലെങ്കിൽ ഉദാഹരണം അല്ലെങ്കിൽ സെക്സിനോട് താല്പര്യമില്ലാത്ത കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഫോർ പ്ലേയിൽ എൻഗേജ്ഡ് ആവാന്നുള്ളത്. അതായത് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കുക, അതും ബന്ധപ്പെട്ടുള്ള താല്പര്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിപ്പോക്ക് നടത്താന്നുള്ളത്. അത് രണ്ടുപേരും പൊരുത്തപ്പെടാനും പരസ്പരം മനസ്സിലാക്കാനും രണ്ടുപേരും ഫിസിക്കലും മെൻ്റലും കൂടെ ഓപ്പൺ ഡിസ്കഷനിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, രണ്ടു പേർക്കും താല്പര്യം കൂടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടോക്കിങ് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈൻഡ് കുറേയൊക്കെ ഓക്കെ ആയിട്ട് വരും. കുറേ തുറന്നു പറച്ചിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, സെക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഹോർമോൺസ് കൂടാനും അതെന്ത് ചെയ്യും, അതുമൂലം ഒന്നുകൂടെ എന്ത് ചെയ്യും, ഓർഗാസം സംഭവിക്കാനൊക്കെ കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യും, ഫോർപ്ലേയിൽ നമ്മൾ നല്ലോണം എൻഗേജ്ഡ് ആവുക. ഡയറക്റ്റ് ഒരു പെനിട്രേഷനിലേക്ക് ഒരിക്കലും പോകരുത്. ഫോർപ്ലേയിൽ എൻഗേജ്ഡ് ആയിട്ട് പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് പെനിട്രേഷനിലേക്ക് ഏറ്റവും ലാസ്റ്റ് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പറഞ്ഞതുപോലെ ഫോർപ്ലേയിൽ നല്ലോണം പരസ്പരം മനസ്സിലാക്കിയിട്ട് ഒന്ന് എൻഗേജ്ഡ് ആവുക. രണ്ടാമത് അത് മെൻ്റലി കൂടുതൽ പ്രശ്നമുള്ള ആളുകളാണ് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എസ്പെഷ്യലി നമ്മൾ വിവാഹം അടുത്ത് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ഈ ഒരു തുറന്നു പറച്ചിലുകൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ, പ്രോലാക്റ്റിൻ ഹോർമോൺ, അതേപോലെ തന്നെ ഇതൊക്കെ കുറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ സെക്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കില്ല. അവർക്ക് ഓൾറെഡി മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. PCOD പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിസ്ഫങ്ഷന്, തൈറോയ്ഡ് ഹോർമോണൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്നല്ല, ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കാറുണ്ട്, സെക്സിനോട് താല്പര്യം കുറയുന്ന കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ നെർവ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഡോപ്പാമൈൻ പോലെയുള്ള, സെറോട്ടോണിൻ പോലെയുള്ള നെർവ് സ്റ്റിമുലൻസ് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ ന്യൂറോളജിക്കൽ എന്തെങ്കിലുമൊക്കെ, അതൊക്കെ റയറാണ്, പക്ഷെ അങ്ങനെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീലിങ്സ് ഉണ്ടായിരിക്കില്ല, പെട്ടെന്ന് ഫീലിങ്സ് കാര്യങ്ങൾ, ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കില്ല, അവർ സെക്സിനോടുള്ള താല്പര്യം കാര്യങ്ങളൊന്നും അവർക്കുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതേപോലെ ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ക്ഷീണമുണ്ട്, ക്രോണിക് ആയിട്ട് നല്ല അസുഖങ്ങളുണ്ട്, ഡയബറ്റിക് ആണ്, BP കൂടുതലുണ്ട്, വേറെ എന്തെങ്കിലും റീനൽ ഡിസീസുകളുണ്ട്, ഹാർട്ട് ഡിസീസുകളുണ്ട്. അപ്പോൾ അങ്ങനെ അസുഖം മൂലം ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാറുണ്ട്, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സെക്സിനോട് താല്പര്യം ഇല്ലാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് റീസൺസ് പലതരത്തിൽ ഇതിലുണ്ട് തന്നെ. കേവലം ഒരാളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, അടച്ച് ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. അവർക്ക് ഫേവറബിൾ ആകുന്ന ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എല്ലാ എൻവയോൺമെൻറ്റും പ്രോപ്പർ പീക്കിലെത്തുന്ന സമയത്താണ് ആക്ച്വലി നല്ലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ പാർട്ട്ണറുമായിട്ട് സ്വരച്ചേർച്ചയിലല്ല എന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ സെക്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക.
ഇനി മെൻസസ് നിന്ന് കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെനോപോസിൻ്റെ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരിക്കും. അത് എസ്പെഷ്യലി വെജനൽ ഡ്രൈനസ് നല്ല രീതിയിൽ ചില ആൾക്ക് ഈസ്ട്രോജൻ അളവൊക്കെ കുറയുമല്ലോ. മെൻസസ് നിൽക്കുന്ന സമയത്ത് ഈസ്ട്രോജൻ അളവിലൊക്കെ മാറ്റം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വെജനൽ ഫ്ലൂയിഡൊക്കെ വരുന്നത് കുറവും, ഡ്രൈനസ് കൂടും. അപ്പോൾ അവർക്ക് പെയിൻഫുള്ളായിട്ട് കോയിറ്റസ് അനുഭവപ്പെടും. അതേപോലെ തന്നെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്റ്ററോണൊക്കെ കുറഞ്ഞു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സെക്സിനോടുള്ള താല്പര്യമൊക്കെ കുറയും. അപ്പോൾ ഇത് പാർട്ട്ണർ എന്ത് ചെയ്യണം, ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് മാത്രമേ അവരോട് കൂടി അപ്രോച്ച് ചെയ്യാനും അവർക്ക് വേണ്ട മെഡിക്കേഷൻസ് കൊടുക്കണം. അതുപോലെ മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. നമുക്ക് ടെൻഷനും കാര്യങ്ങളുടെ യോഗയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അതുപോലെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കോപ്പറേറ്റീവ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്താലും ഇപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഹോർമോൺ ഡിസ്ട്രസ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും സെക്സിനോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഏതാണ് ഫാക്റ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സ് തന്നെ മനസ്സിലാക്കണം. പാർട്ട്നേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ കണ്ടിട്ട് ഫിസിഷ്യനെ കണ്ടിട്ട് എന്താണ് റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. അത് ചിലപ്പം വേറെ എന്തെങ്കിലും ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളുണ്ട്, BP കൂടിയിട്ടുള്ള കേസുകളുണ്ട്, ഉറക്കമില്ലാത്ത കേസുകളുണ്ട്, അതുപോലെ ടെൻഷൻ കൂടിയിട്ടുള്ള കേസുകളുണ്ട്, കൺഫ്യൂഷൻ വന്നുള്ള കേസുകളുണ്ട്, പാസ്റ്റ് ട്രോമാറ്റിക് ആയിട്ട് വരുന്ന കേസുകൾ വരുന്നുണ്ട്, കൺഫ്യൂഷൻ മൂലം വരുന്ന കേസുകളുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്, ഹോർമോൺ റിലേറ്റഡ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും പറയുകയാണ്, എന്താണോ പ്രയാസം, എന്താണെന്ന് ബുദ്ധിമുട്ടുള്ളത്, എന്താണ് കാരണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്കിത് 100% നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെ. ചില ആളുകൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, ചിലത് മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, ചില കൺഫ്യൂഷൻസ് തീർത്ത് കൊടുക്കേണ്ടി വരും, ചിലത് റിലേഷൻഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓക്കെ ആക്കി കൊണ്ടുവരും. അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണർക്ക്, ഞാൻ പൊതുവേ ചില കേസുകൾ നമ്മൾ എടുത്തു വരും, പുരുഷന് ഉദാഹരണം ഇല്ലാത്ത കേസാണെങ്കിൽ ഞാൻ അവരോടൊക്കെ പറയുന്ന കേസാണ്, നിങ്ങൾ വരുന്ന സമയത്ത് പാർട്ട്ണറെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. കാരണം ഇത് രണ്ടുപേരും പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക കേസുകളും നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് രണ്ടുപേരും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് കൊണ്ടുപോകാൻ വേണ്ട ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാനുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അത് ഹീൽ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.